ഈശ്വരശേഷിയായിരിക്കട്ടെ. പരിശുദ്ധ മന്യമാതാവിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ചുരുക്കി പറയുകയാണ്. ഞാൻ മാതാവിനോട് അപേക്ഷിച്ചത് എനിക്ക് മാതാവിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ഥലം തരണമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ തൊട്ടടുത്ത് എനിക്ക് സ്ഥലം തന്നു. എൻ്റെ വീട്ടിലിരുന്നാൽ എൻ്റെ പരിശുദ്ധ മന്യമാതാവിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ അത്ഭുതങ്ങളും പറഞ്ഞാൽ തീരാത്തതാണ്. എൻ്റെ തളർച്ചയിൽ ഞാൻ മാതാവിനെ മനസ്സിൽ കരുതിയാൽ എൻ്റെ മാതാവ് ഓടിയെത്തും. അവർ നമുക്ക് ആശ്വാസം നൽകും. എൻ്റെ ജീവിതത്തിലുടനീളം അതുപോലെ ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയാണ് എനിക്ക് പരിശുദ്ധ മന്യമാതാവിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ അമ്മ ഇന്ന് സ്വർഗത്തിലിരുന്ന് ഞാൻ ഈ പരിശുദ്ധ മന്യമാതാവിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പരിശുദ്ധ മന്യമാതാവ് അത്രയ്ക്കും വിശ്വാസമുള്ള, അത്രയ്ക്കും അമ്മ രാവിലെ എഴുന്നേറ്റ് വന്ന് പരിശുദ്ധ മന്യമാതാവിൻ്റെ വന്നാൽ 9 മണിയൊക്കെ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ അമ്മനെ ഞാൻ സൈക്കിൾ ചവിട്ടിക്കൊണ്ടായിരുന്നു മൺപട്ട്. ആ അമ്മയാണ് പരിശുദ്ധ മന്യമാതാവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്. ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ മന്യമാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ മന്യമാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ നാനാജാതി മതസ്ഥരായും മറ്റുള്ളവരും നാനാ ദിക്കുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പരിശുദ്ധ മന്യമാതാവിൻ്റെ തിരുനാളിൽ പ്രാർത്ഥിച്ചു പോകുന്നത്. ഈ പ്രാർത്ഥിച്ചു പോകുന്ന പരിശുദ്ധ മക്കൾ ഒരാഴ്ച കഴിഞ്ഞാലും 2 ആഴ്ച കഴിഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞാലും ഇവിടെ വ്യക്തതകൾ എഴുതിയിട്ട് അത് നന്ദിയോടെ പരിശുദ്ധ മന്യമാതാവിനോട് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ മന്യമാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധ മന്യമാതാവിനോട് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അവിടുത്തെ മധ്യസ്ഥം വഹിച്ചാൽ പരിശുദ്ധ മന്യമാതാവ് നിങ്ങൾ നടത്തിത്തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുമുണ്ട്, ഈ ദേശക്കാർക്കുമുണ്ട്. പ്രാർത്ഥന